ഹലോ, ഏഞ്ചൽ വോയിസിലേക്ക് സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ അവരാഗ്രഹിക്കുന്നത് പോലെ അവരുടെ പാർട്ട്ണർ അവരിലേക്ക് വന്നു ചേർന്നതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനും നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷനും എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതിയാണ് സിറ്റുവേഷൻ നോക്കുന്നത്. ഓക്കെ, പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ്, റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഫൈവ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ വിവാഹം കഴിച്ച വ്യക്തികളായിരിക്കും, അല്ലെങ്കിൽ അത്രത്തോളം വാഗ്ദാനങ്ങൾ നൽകി നിങ്ങൾക്ക് അത്രയും പ്രയോറിറ്റി നൽകിയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു നഷ്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ, നിങ്ങൾ സ്റ്റക്ക് സിറ്റുവേഷനാണ്, നിങ്ങളുടെ ബ്രേക്കപ്പ് നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ വിശ്വാസം നഷ്ടപ്പെട്ട് ആ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങളുടെ റീഡിംഗ് ആണ് ഇത്, നിങ്ങൾക്ക് തുടർന്ന് കാണാവുന്നതാണ്. ഓക്കെ, എൻ്റെ വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? ഇവിടെ 7 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പാർട്ട്ണറെ കുറ്റം വിധിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറോടൊപ്പം ഉണ്ടായിരുന്ന ചില വ്യക്തികളെ, ഇവിടെ നോക്കിയാൽ ഒരുപാട് ആളുകളെ കാണാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു ചില മൈൻഡ് ഗെയിം ചെയ്തിരുന്നു ചില വ്യക്തികൾ കടന്നു വന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിനെ മറ്റൊരു ദിശയിലേക്ക്, തെറ്റായ ദിശയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ഇതിൻ്റെ ഓവറോൾ എനർജി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നതിനും ടവർ വരുന്നതിനും ഈഗോ കാണിക്കുന്നതിനും എല്ലാത്തിനും കാരണം മറ്റു ചില വ്യക്തികളാണെന്ന്, നിങ്ങളിൽ നിന്ന് അകന്നു പോകാൻ വഴിയായത് മറ്റൊരു വ്യക്തികളാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. മറ്റു ചില വ്യക്തികളുടെ ഇടപെടൽ മൂലം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടുപോയി, നിങ്ങളെ ചീറ്റ് ചെയ്തു എന്നാണ് ഓവറോൾ എനർജി കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ ജഡ്ജിമെൻ്റ് ആണ് വന്നിരിക്കുന്നത്, ടവറിൻ്റെ കാർഡുമാണ് വന്നിരിക്കുന്നത്. ചില വ്യക്തികൾക്ക് പൂർണ്ണമായും ഇത് അവസാനിച്ചിരിക്കുന്നതായി കാണുന്നു, ഡിവോഴ്സ് വരെ സംഭവിച്ചതായി കാണുന്നു. എല്ലാവർക്കുമല്ല, ചില വ്യക്തികൾക്ക്, അല്ലെങ്കിൽ ഡിവോഴ്സിൻ്റെ വക്കിൽ വരെ എത്തിയിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, ഇവിടെ ചോദ്യോത്തരങ്ങൾ, പല വ്യക്തികളുടെയും ലൈഫിൽ ചില ചോദ്യം ചെയ്യലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പേഴ്സണെ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളെ ചോദ്യം ചെയ്യുകയോ ചെയ്യുന്നു. നിങ്ങളുടെ ബന്ധുക്കളായിരിക്കാം, സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദ്യം ചെയ്യുന്നു. യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ചില ചോദ്യം ചെയ്യലുകൾ വരുന്നു. ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു ടൈം എന്ന് പറയുന്നത് യൂണിവേഴ്സിൻ്റെ ഭാഗത്താണെങ്കിലും നിങ്ങളുടെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നാണെങ്കിലും നിയമത്തിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും നിങ്ങൾക്ക് ചോദ്യോത്തരങ്ങൾ പറയേണ്ടി വരുന്ന ഒരു സമയമാണ് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും, രണ്ടുപേർക്കും അതാണ് കേട്ടോ. നാട്ടുകാർ ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ കൂട്ടുകാർ ചോദിക്കുമ്പോഴോ നിങ്ങളുടെ ഇടയിലുണ്ടായ സംഭവത്തെക്കുറിച്ച് പറയേണ്ടതായി വരുന്നു. അതിന് ഹീലിംഗ് സംഭവിക്കുന്നില്ല. ഇവർ രണ്ടുപേരും പിരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ തന്നെയും നിങ്ങളെ സംബന്ധിച്ച് ഇതുവരെയും ഹീലിംഗ് സംഭവിച്ചിട്ടില്ല. നിങ്ങൾ നിലവിളിക്കുകയാണ്, നിങ്ങൾക്കുണ്ടായ ആ മുറിവിൽ നിന്നും നിങ്ങൾക്ക് റിക്കവറാകാൻ പറ്റുന്നില്ല. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുകയാണ്. ഇപ്പോഴും സ്റ്റക്ക് സിറ്റുവേഷനാണ്. ഒരു പക്ഷേ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ശരി പൊക്കോളൂ എന്ന് പറഞ്ഞു പോയെങ്കിലും നിങ്ങൾക്ക് ആ ഓർമ്മകളിൽ നിന്നും ഇപ്പോഴും നിങ്ങൾ സ്റ്റക്ക് സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഓക്കെ, ടു ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്. 2 ഓഫ് സോഡ് പറയുന്നു നിങ്ങളുടെ മാനസിക അവസ്ഥ എന്ന് പറയണം എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. എന്നാൽ നിങ്ങളുടെ ഓവർ തിങ്കിങ്ങും ഉണ്ട്. എന്താണ്, കുറച്ച് നേരം നിങ്ങൾ നല്ലതുപോലെ ചിന്തിക്കുമെങ്കിൽ പെട്ടെന്ന് തന്നെ അതിന് നെഗറ്റീവ് സൈഡിലേക്ക് ചിന്തിക്കും. ഇപ്പോൾ ഇത് കാണുമ്പോൾ ചിന്തിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന്. അത് കഴിഞ്ഞതിന് ശേഷം വിചാരിക്കും എൻ്റെ മറ്റുള്ളവരുമായിട്ട് ചേർന്ന് നിന്ന് നിങ്ങളെ ചതിക്കുകയായിരുന്നു. അപ്പോൾ ഒരേ സമയം തന്നെ നിങ്ങൾക്ക് 2 ചിന്തകളാണ് കാണാലോ, 2 ചിന്തകളാണ് വന്നിരിക്കുന്നത്. നെഗറ്റീവായിട്ടും വരും, ഇടയ്ക്ക് പോസിറ്റീവായിട്ടും വരുന്നു. പക്ഷേ അത് പറയുന്നതൊന്നും നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ലാതെ നിങ്ങളുടെ മനസ്സിൻ്റെ ചില തോന്നലുകൾ കൊണ്ടാണ് നിങ്ങൾ പറയുന്നത്. ഓക്കെ, ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്തോട്ട് പോയിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പോഴുള്ള കണ്ടീഷൻ എന്തെന്ന് അറിയത്തില്ല, എങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിൻ്റെ വിലയിരുത്തലുകൾ നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. കിങ് ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങളെപ്പോഴും ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സണിൽ നിന്നും ദൂരെ ആയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ എപ്പോഴും വാച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ അവരുടെ ഫോട്ടോസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ പ്രൊഫൈലായിരിക്കാം, അല്ലെങ്കിൽ അവർ തന്ന ഗിഫ്റ്റുകളായിരിക്കാം, പഴയ മെസ്സേജുകളായിരിക്കാം, വീണ്ടും വീണ്ടും നിങ്ങളെടുത്ത് വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നു.
ഓക്കെ, നിങ്ങൾക്ക് ഒരിക്കലും ഹീലാകാൻ പറ്റുന്നില്ല. അവരുടെ ഓർമ്മകൾ എപ്പോഴും നിങ്ങളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് വരുന്നത്. അവരെന്ത് ചെയ്യുന്നു, അവരെക്കുറിച്ച് അറിയുക, അല്ലെങ്കിൽ ഇതുപോലെ ടാരോ റീഡിങ് വഴി അറിയുക, അല്ലെങ്കിൽ ഏതെങ്കിലും ജ്യോതിഷന്മാരിൽ നിന്ന് അറിയുക, അങ്ങനെയുള്ള ഒരു ഒരു ചിന്തയിൽ കൂടിയാണ് നിങ്ങൾ എപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ചിന്ത നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് സ്റ്റോപ്പ് ആകുന്നതേ ഇല്ല എന്നുള്ള ഒരു എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് എംപറർ വന്നിരിക്കുന്നത്? നിങ്ങളുടെ ഇടയിൽ ചില ഈഗോ വിഷയങ്ങളും ഉള്ളതായി കാണുന്നു. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ചില ഈഗോ വിഷയങ്ങൾ ഉള്ളതായി കാണുന്നു. ഒരുപക്ഷെ നിങ്ങളും ഇപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കുന്നതായി കാണുന്നു. നിങ്ങൾ അവരെ ഇപ്പോൾ ചേസ് ചെയ്യുന്നില്ല, നിങ്ങൾ കുറച്ച് സ്ട്രോങ് ആയിരിക്കുന്നു. ഇപ്പം ഇവിടെ നോക്കിയാൽ മനസ്സിലാകും, ക്യൂൻ ഓഫ് സോഡും വന്നിട്ടുണ്ട്, ഇവിടെ എംപററും വന്നിട്ടുണ്ട്. രണ്ടുപേരും നല്ല രീതിയിൽ ഈഗോയിൽ നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. എല്ലാവർക്കുമല്ല, ചില വ്യക്തികൾക്കെങ്കിലും ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കുന്നു. അപ്പം മനസ്സുകൊണ്ടായിരിക്കും ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ മനസ്സുകൊണ്ട് ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും നാളും നിങ്ങൾ അവരുടെ പിറകെ പോയിട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു എങ്കിൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സുകൊണ്ട് ചില ബൗണ്ടറികൾ നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നതായി കാണുന്നു. പലപ്പോഴും നിങ്ങൾ ആദ്യമായി കണ്ട ദിവസത്തെക്കുറിച്ചും അല്ലെങ്കിൽ അവർ തന്ന ഗിഫ്റ്റിനെ കുറിച്ചും അവർ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങളെക്കുറിച്ചും ഒക്കെ നിങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് നിങ്ങൾ പാസ്റ്റിനെ കുറിച്ച് വീണ്ടും വീണ്ടും ഓർത്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അന്ന് നിങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ, അല്ലെങ്കിൽ ആദ്യമായി പരിചയപ്പെട്ട സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത സ്നേഹങ്ങൾ, ആ ഗ്രോത്ത്, ഓഫർ, ഇതെല്ലാം നിങ്ങൾ ഇപ്പോൾ ഓർക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിൽ നിന്ന് അതൊന്നും വിട്ടുമാറുന്നില്ല. ഒന്നുകിൽ അതിൻ്റെ ഫോട്ടോസോ മെമ്മറീസോ എന്തെങ്കിലും നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ അത് നിങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആക്കുന്ന ഒരു എനർജിയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. കിങ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ കിങ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഈ സ്റ്റാർ ആയിരിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ വാശിയാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ മുന്നിൽ നിങ്ങൾക്ക് ഉയർന്നു കാണണം. എന്താണോ, എന്ത് കാര്യം കൊണ്ടാണോ നിങ്ങളെ വിട്ടുകളഞ്ഞത്, ആ ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വന്നു ചേർന്ന് കാണിക്കണം എന്നുള്ള ഒരു ചിന്തയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ജീവിതത്തോട് തന്നെ ഒരു വാശി തോന്നുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. ഹാങ്ഡ് മാൻ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അവയർനെസ് വരുന്നു. നിങ്ങൾക്ക് ചില കാര്യങ്ങൾക്ക് മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾ തീരുമാനിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നു. സന്തോഷങ്ങൾക്കും ഗ്രോത്തുകൾക്കും വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളെ ഇപ്പം മറ്റുള്ളവരെല്ലാം അറിയുന്ന ഒരു വ്യക്തിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ ഒരു സ്റ്റാറായി മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളൊരു സ്റ്റാർ ആയിരിക്കുന്നു എന്നുള്ള ഒരു എനർജി. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിനെ പ്രതി, വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് സിറ്റുവേഷനിൽ കൂടിയാണ്, കറണ്ട് സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ. അവർ നിങ്ങളോട് കുറ്റബോധത്തിലാണ്. നിങ്ങളോട് എന്തെങ്കിലും അവർ കാണിച്ചിട്ടുണ്ടെങ്കിൽ, വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വളരെ വിഷമത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവർ ഭയക്കുന്നുണ്ട്. നിങ്ങളോടുള്ള ഓരോ നിമിഷവും അവർ ഓർക്കുന്ന ഒരു എനർജിയാണ്. പക്ഷേ ഈഗോയുണ്ട്. നിങ്ങൾക്കുള്ളതുപോലെ തന്നെ ഈഗോയും അവർക്കുണ്ട്. അവരുടെ ഉള്ളിൽ കുറ്റബോധമുണ്ട്. പക്ഷെ അവർ തല കുനിക്കുവാൻ തയ്യാറല്ല എന്നുള്ളതാണ്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ദ വേൾഡാണ് വരുന്നത്. നിങ്ങളുടെ ഓർമ്മയിൽ നിന്നൊന്നും അവർ പുറത്ത് പോയിട്ടില്ല. നിങ്ങൾ അവരുടെ ലോകം തന്നെയാണ്. അവർക്കൊരിക്കലും എത്രയൊക്കെ ആരൊക്കെ കൂടെ ഉണ്ടിരുന്നാലും ശരി തന്നെ നിങ്ങളുടെ ചിന്തയാൽ അവർ വലയം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഒരിക്കലും നിങ്ങളിൽ നിന്ന് അവർക്ക് വിട്ടുപോകാൻ പറ്റില്ല എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അവർ ചിന്തിക്കുന്നു നിങ്ങളാണ് അവരെ ചീറ്റ് ചെയ്തതെന്ന്. ഓക്കെ, നിങ്ങളുടെ ചില മൈൻഡ്, അല്ലെങ്കിൽ നിങ്ങളെ ആരൊക്കെയോ പറഞ്ഞ് തിരിപ്പിച്ചാണ് ഈ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്ന് അവർ ചിന്തിക്കുന്നു. പിന്നെ നിങ്ങളുടെ ഉത്തരവാദിത്വമില്ലായ്മ, അതൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഇമ്മച്യൂറായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളത്. കാരണം ഈ ഒരു വാള് പിടിച്ചിരിക്കുന്ന ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പോൾ ഇമ്മച്യൂറായിട്ടുള്ള ഒരു വ്യക്തി ചെയ്യുന്ന പ്രവർത്തികൾ നിങ്ങൾ ചെയ്തു എന്ന് അവർ ആരോപിക്കുന്നു. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ വന്നിരിക്കുന്നു. സമയത്തിന് വേണ്ടി അവർ കാത്തു നിൽക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നു. നൈറ്റ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ കിങ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി ഇവിടെ വന്നിരിക്കുന്നു. ചാരിയറ്റ് വന്നിരിക്കുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്.
നിങ്ങളെ അവർ സ്പൈ ചെയ്യുന്നു എന്നുള്ളതാണ് പേജ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്. നിങ്ങളെ അവർ അന്വേഷിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ അവരിൽ ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഒരുപാട് പ്രണയമുണ്ട്, അവർക്ക് ആക്ഷൻ എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ അവർ സ്റ്റക്കായി നിൽക്കുന്നു. പ്രണയം നിങ്ങളിലേക്ക് അൺകണ്ടീഷണലായിട്ട് തന്നെ ഉണ്ട്. ഒരുപാട് പ്രണയം തോന്നുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം പ്രണയമുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി എന്ന് പറയുന്നത് നിങ്ങളോട് നല്ല പ്രണയം അവരുടെ ഉള്ളിലുണ്ട്. നിങ്ങളെ അവർ സ്പൈ ചെയ്യുന്നു. നിങ്ങളെവിടെയാണ് എന്താണെന്നൊക്കെ അവരറിയുന്നുണ്ട്. നിങ്ങളുടെ സിറ്റുവേഷൻ എല്ലാം അവരറിയുന്നുണ്ട്. ഓക്കെ, ആ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. പ്ലീസ് കെൽമി മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ 4 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? നിങ്ങളോട് അവർ മാപ്പ് ചോദിക്കുന്നു. നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഓർത്ത് അവർക്ക് നല്ല രീതിയിൽ വിഷമം തോന്നുന്നു എന്നുള്ളതാണ്. മജീഷ്യനാണ്. വീണ്ടും നിങ്ങളുമായിട്ടുള്ള ഓർമ്മകളെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ചെയ്തു പോയ തേർഡ് പാർട്ടി സിറ്റുവേഷനെ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളതാണ്. നിങ്ങളൊരു മജീഷ്യനാണ്, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന എന്ത് കുറ്റങ്ങളും നിങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു പവർ നിങ്ങൾക്കുണ്ട് എന്ന് അവർ ചിന്തിക്കുന്നു. ഓക്കെ, അവർ രഹസ്യമായി കൊണ്ടുപോയ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം തേർഡ് പാർട്ടി സിറ്റുവേഷനെ നിങ്ങൾ അറിഞ്ഞതുകൊണ്ട് അവർക്കൊരു അപമാനഭാരമുണ്ട്, മാനസിക വിഷമങ്ങളുണ്ട്. ഓക്കെ, നിങ്ങളുടെ മുന്നിൽ നല്ലതായിട്ട് നിന്നിട്ട് ഇന്ന കാര്യങ്ങൾ പിടിച്ചത് കൊണ്ട് അവർക്ക് നിങ്ങളിൽ നിന്ന് ഓടി ഒളിക്കേണ്ടതായി വന്നിരിക്കുന്ന എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ വന്നിരിക്കുന്നു. യൂണിവേഴ്സിൻ്റെ ടൈമിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളാണ് അവരുടെ ലോകമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. എല്ലാ കാര്യവും യൂണിവേഴ്സ് നേരെയാക്കി തരും. യൂണിവേഴ്സിലാണ് അവരിപ്പോൾ സറണ്ടർ ആയിരിക്കുന്നത്. എല്ലാം ശരിയാകുമെന്ന് തന്നെ വിശ്വാസത്തോടു കൂടി അവർ നിൽക്കുന്നു എന്നുള്ളതാണ്. 7 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. ടവർ വന്നിരിക്കുന്നു. ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു കയറി, അല്ലെങ്കിൽ നിങ്ങളുടെ പക്വത ഇല്ലാത്തത് കൊണ്ട് ചില ടവറുകൾ സംഭവിച്ചു. നിങ്ങളുടെ ഉത്തരവാദിത്വം ഇല്ലാത്തത് കൊണ്ടാണ്, നിങ്ങളുടെ എടുത്തുചാട്ടം കൊണ്ടാണ് ഈ ഒരു വ്യക്തി എടുത്തു ചാടി പോവുകയാണ്. ജോലി കംപ്ലീറ്റ് ആക്കുന്നതിന് മുമ്പ് തന്നെ എടുത്തു ചാടി പോകുന്നു, എന്നാൽ ഒരു ശ്രദ്ധയുമില്ലാത്ത രീതിയിൽ പോകുന്നു. അപ്പോൾ ഇത് നിങ്ങളെ ആരോപിക്കുകയാണ്. നിങ്ങളുടെ മാനസിക ഒരു നില ശരിയല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ നേരെ നിൽക്കാത്തത് കൊണ്ട്, നിങ്ങൾ നെഗറ്റീവായിട്ട് നിന്നത് കൊണ്ട്, മാനസിക അസ്വസ്ഥത വന്നതുകൊണ്ടാണ് ഇവിടെ ടവർ വന്നിരിക്കുന്നതെന്ന് പറയുന്നു. നിങ്ങളെ കുറ്റം ആരോപിച്ചുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ രക്ഷപ്പെടുന്നത്, സ്വന്തം ആത്മാവിനെ രക്ഷിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് ആ കുറ്റബോധത്തിൽ അവർ തളർന്നു പോകും. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് കുറ്റങ്ങൾ ആരോപിക്കുന്നതായി കാണുന്നു. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ. വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് വേദനിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ തേർഡ് പാർട്ടി വരാൻ കാരണം നിങ്ങളാണ്. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് എന്തെങ്കിലും രീതിയിലൊരു ബന്ധം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനും കാരണം നിങ്ങളാണെന്നേ അവർ പറയൂ. കാരണം നിങ്ങൾ അവരെ ഇഗ്നോർ ചെയ്തത് കൊണ്ട്, അല്ലെങ്കിൽ ഇറിറ്റേഷൻ ചെയ്തത് കൊണ്ടാണ് അവർ തേർഡ് പാർട്ടിയിലേക്ക് ആശ്രയിക്കാൻ പോയതെന്ന് പറഞ്ഞ് കുറ്റം നിങ്ങളിലേക്ക് ആരോപിക്കും. ടവർ വരാൻ കാരണം നിങ്ങളാണ്, റിലേഷൻ നശിക്കാൻ കാരണം നിങ്ങളാണ്. അവരിപ്പോൾ തേർഡ് പാർട്ടി, ഒരു ലവ് തേർഡ് പാർട്ടി അവരെ ലൈഫിലേക്ക് വന്ന് അവരുമായിട്ട് പോകാൻ കാരണവും നിങ്ങളാണെന്നേ അവർ പറയൂ. കാരണം നിങ്ങളുടെ വാക്കുകൾ കാരണമാണ് അവർ വേറൊരാളിലേക്ക് പോയതെന്ന് പറയും. അങ്ങനെയുള്ള കുറ്റങ്ങൾ നിങ്ങളിലേക്ക് ചുമത്തിക്കൊണ്ട് അവർ അവരുടെ ആത്മാവിനെ സേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ കുറ്റബോധം തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഉറക്കമില്ലാണ്ടായി പോകും. ഓക്കെ, അതുകൊണ്ട് അവർക്ക് അറിയാം അവർ ചെയ്യുന്നത് തെറ്റാണെന്നറിയാം, എങ്കിലും ബ്ലെയിം നിങ്ങളിലാണ് അവർ ചെയ്യുന്നത്. ഓക്കെ, 9 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. അവരുടെ കർമ്മ ഇപ്പോൾ അവർ ഏറ്റുവാങ്ങുന്നു എന്നുള്ളതാണ്. അവർ ചില കർമ്മകൾ, നിങ്ങളെ വേദനിപ്പിച്ചതിൻ്റെ കർമ്മകൾ അവർക്കിപ്പോൾ എവിടെ നിന്നോ ലഭിക്കുന്നുണ്ട്. അപ്പോൾ പണി കിട്ടിയപ്പോൾ വിചാരിച്ചു നിങ്ങളോട് ചെയ്തതിൻ്റെ ഉള്ള അല്ലെങ്കിൽ അതിനുള്ള കർമ്മയാണ് ഈ കിട്ടുന്നതെന്ന് ഇപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഹാങ്ഡ് മാൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം സാമ്പത്തികമായും ചില കാര്യങ്ങളിൽ സ്റ്റക്കായി നിൽക്കുന്നു. അവരുടെ ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടോ ചില കാര്യങ്ങളിൽ സ്റ്റക്കായി നിൽക്കുന്നു. ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. അവർ വിചാരിക്കുന്നു നിങ്ങൾ അവരുടെ ഭാഗ്യമായിരുന്നു എന്ന്. നിങ്ങളെപ്പോഴാണോ അവരുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ മാറിപ്പോയത് അന്ന് മുതൽ അവരുടെ സാമ്പത്തിക സിറ്റുവേഷൻ സ്റ്റക്കായിരിക്കുന്നു, അവരുടെ ഭാഗ്യം സ്റ്റക്കായിരിക്കുന്നു എന്ന് അവർ തിരിച്ചറിയുന്നു. നിങ്ങൾ ഇത്രയും നാൾ അവർ അറിഞ്ഞിരുന്നില്ല. നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് പല കാര്യങ്ങളും ഓപ്പണപ്പായി വന്നുകൊണ്ടിരുന്നെങ്കിലും അവരതിനെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിച്ചില്ല. അത് അവരുടെ കഴിവ് കൊണ്ടാണെന്ന് മാത്രമാണ് അവർ ചിന്തിച്ചത്. എന്നാൽ നിങ്ങൾ വിട്ടുപോയതിന് ശേഷവും അവരുടെ കഴിവ് അവരുടെ കൂടെ ഉണ്ടായിട്ടും അവർക്ക് ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ച അവർക്ക് ലഭിക്കാത്തത് കൊണ്ട് അവർ മനസ്സിലായി നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളുടെ ഓറ പവർ അവരെ ഹെൽപ്പ് ചെയ്തിരുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്.
ഓക്കെ, ചാരിയേറ്റാണ് വന്നിരിക്കുന്നത്. നിങ്ങളിലേക്ക് കടന്നു വരാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ വരാൻ കഴിയാത്ത വണ്ണം അവരിൽ നെഗറ്റീവ് തോട്ടുകളുമുണ്ട്. ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് തോട്ടുകൾ ഒരുപോലെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ സ്റ്റക്കായി നിൽക്കുകയാണ്. വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്നാൽ അവർ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളത് കൊണ്ട് അവിടെ സ്റ്റക്കാവുന്നുണ്ട്. അപ്പോൾ മൃഗങ്ങൾ രണ്ട് വശത്തേക്ക് ഒരേ തുല്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ ആ രഥം സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. സ്റ്റക്കായി നിൽക്കുന്നു. അവരിൽ നെഗറ്റീവ് തോട്ടും അതുപോലെ തന്നെ പോസിറ്റീവ് തോട്ടും ഒരുപോലെ വന്നിരിക്കുന്നു. നിങ്ങളോട് സ്നേഹമുണ്ട്, അതുപോലെ തന്നെ നിങ്ങളിൽ തെറ്റും അവർ ആരോപിക്കുന്നത് കൊണ്ട് അവിടെ സ്റ്റക്ക് സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ അവർ നല്ല രീതിയിൽ സ്പൈ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ ഫേക്ക് ഐഡി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലെല്ലാം അവർ നിങ്ങളെ അന്വേഷിച്ചെത്തുന്നു എന്നുള്ളതാണ്. ഓക്കെ, എന്തെങ്കിലും രീതിയിൽ അവരെക്കുറിച്ച് നിങ്ങൾ പോസ്റ്റ് ഇടുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകളിൽ നിങ്ങൾ പോസ്റ്റ് ഷെയർ ചെയ്യുന്ന വാക്കുകളിൽ എന്തെങ്കിലും ഒരു നിരാശയുണ്ടോ, അവരില്ലാത്തതിൽ എന്തെങ്കിലും നിരാശയുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം അവർ അന്വേഷിക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ ലൈഫിൽ മറ്റാരെങ്കിലും വന്നിട്ടുണ്ടോ, നിങ്ങൾ ആരൊക്കെയാണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ അന്വേഷിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ വീണ്ടും പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ആ പാസ്റ്റിൽ നിന്നും എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവന്ന് ഒരു റീബർത്ത് ഉണ്ടാക്കാൻ, വീണ്ടും ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാക്കേണ്ടതെന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്ന ഒരു എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. പക്ഷെ ചിന്ത മാത്രമേ നടക്കുന്നുള്ളൂ. അവരൊരു കംഫർട്ട് സോണിൽ നിൽക്കുകയാണ്. അത് പൊട്ടിച്ച് പുറത്തു വരാൻ അവർ തയ്യാറാകുന്നില്ല. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ. നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ ഇതാണ്. ഓക്കെ, നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് കൂടി എടുക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിന് വേണ്ടിയിട്ട് വ്യൂസിൻ്റെ പേഴ്സൺ നൽകുന്ന മെസ്സേജ് എന്താണ്? നിങ്ങളിതിൽ ഒരു കാർഡ്സ് സെലക്ട് ചെയ്യുക. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഓക്കെ, സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൺ ആദ്യത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഒരു ന്യൂ ബിഗിനിങ് തരാൻ ആഗ്രഹിക്കുന്നുള്ളൊരു മെസ്സേജാണ് നൽകുന്നത്. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന പഴയ കാര്യങ്ങൾ, അടിയും വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു പഴയ കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് രണ്ടുപേർക്കും മറക്കാം. അങ്ങനെ മറന്നുകൊണ്ട് തന്നെ ഒരു പുതിയ സ്റ്റാർട്ട് ആരംഭിക്കാം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഒരു പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുമായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിലുണ്ടായ ആൾക്കാർ തങ്ങളിലുണ്ടായ പ്രശ്നങ്ങളുണ്ടായേക്കും. അപ്പോൾ അതെല്ലാം മറന്നുകൊണ്ട് ഒരു ന്യൂ സ്റ്റാർട്ട് തുടങ്ങാമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തത്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സനെ ചില വ്യക്തികൾ മൈൻഡ് ഗെയിം ചെയ്തിരുന്നു. സത്യം എന്ത്, അല്ലെങ്കിൽ അത് കള്ളമായിരുന്നു എന്നൊന്നും അവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഓക്കെ, അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർ, ചില വ്യക്തികൾ അവരോട് പറഞ്ഞ കാര്യങ്ങൾ അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ഒരുങ്ങുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പ് പിണങ്ങാനുണ്ടായ കാരണം എന്തെന്ന് പോലും അവർക്ക് അറിയുന്നില്ല. നിങ്ങളെ അവർക്ക് നല്ല രീതിയിൽ മിസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്. എന്താണ് ഇതിൻ്റെ ഇടയിലെ പ്രശ്നം എന്ന് അവർക്ക് അറിയാൻ കഴിയുന്നില്ല എന്നുള്ളത് മെസ്സേജാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, നീ ഇല്ലാതെ എനിക്ക് നിൽക്കാൻ കഴിയില്ല എന്ന് അവർ പറയുന്നു. ജീവിക്കാൻ പറ്റില്ല, നീ വേണം എന്നുള്ളതാണ്. അപ്പം നിങ്ങളില്ലാണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, നിങ്ങളുടെ ഓർമ്മകളില്ലാണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ചിന്തയിൽ കൂടിയാണ് അവർ പോകുന്നത്. അവരിപ്പോൾ ഒരുപാട് ബേർഡൻ അനുഭവിക്കുന്നു. ഒരു പക്ഷേ നിങ്ങളിലേക്ക് വരാൻ കഴിയാത്ത വണ്ണം അവർ ദൂരെ ആയിരിക്കാം, അല്ലെങ്കിൽ കുറേ നാളായിട്ട് നിങ്ങൾ തങ്ങളിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ അവർ ചുമക്കുന്ന ഒരു എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ നല്ല രീതിയിൽ സാഹചര്യത്തെ മോശമാക്കി തീർത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് മാനസിക പ്രശ്നത്തിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത്. നിങ്ങളില്ലാണ്ട് അവർക്ക് ജീവിക്കാനും പറ്റാത്ത അവസ്ഥ. അപ്പം അവർ മധ്യത്ത് നിൽക്കുകയാണ്. തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെയും മധ്യത്ത് നിന്നുകൊണ്ട് അവരൊരുപാട് വിഷമിക്കുന്ന അവസ്ഥയാണ് എന്ന് നിങ്ങളോട് പറയുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു മെസ്സേജാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.